നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അതിർത്തി സ്പോർട്സ് ക്ലബ്ബ് 80ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ പാലോട്ടുവയൽ RKUP സ്കൂളിൽ നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കണ്ണൂർ ടൗൺ SA ബിജു അഴീക്കോട്, മുൻ ക്ലബ്ബ് അംഗവും നാടകൃത്തുമായ രാജൻ അഴീക്കോട്, പാലോട്ടുവയൽ RKUP സ്കൂൾ മാനേജർ മൈഥിലി ഗോവിന്ദൻ, CDFA വൈസ് പ്രസിഡന്റ് എളിയടത്ത് ജോഫർ എന്നിവരെ ആദരിച്ചു. രാത്രി 8 മണിക്ക് സംഗീത വിരുന്നും നടന്നു. ക്ലാസ് മുറികളിലെ പഠനത്തോടൊപ്പം സമൂഹത്തെയും ജീവിതത്തെയും പഠിപ്പിക്കുക എന്നതാണ് ഓരോ ക്ലബ്ബുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് KV സുമേഷ് MLA പറഞ്ഞു. ക്ലാസ് മുറിയിൽ നടക്കുന്ന പഠനത്തോടൊപ്പം സമൂഹത്തെയും ജീവിതത്തെയും പഠിപ്പിക്കുക എന്നതാണ് ക്ലബ്ബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ജീവിതം എന്നത് സാഹസികമായ ഒരു യാത്രയാണ്. ഉത്തരവാദിത്തത്തോടെ മാത്രം നാം നിർവഹിക്കേണ്ട ഒന്നാണ്. എനിക്കോ നിങ്ങൾക്കോ തോന്നുന്നതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അത് വളരെ അവധാനതയോടെയും സൂക്ഷ്മതയോടെയാണ് ഒരു പൗരൻ, ഒരു വ്യക്തി, ഒരു ഭരണാധികാരി, ഒരു ജനപ്രതിനിധി, ആ നാടിന്റെ ഭാഗമായിട്ടുള്ളവരെല്ലാം ജീവിതത്തെ സമീപിക്കുകയും അതിനെ നിർവഹിക്കുകയും ചെയ്യുന്നത്. എവിടെയാണോ അവിടെ കോട്ടം വരുന്നത്, അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നാട്ടിലെ പ്രതിഭകളായിട്ടുള്ള യുവാക്കളെയും നാടിന്റെ ഭാഗമായിട്ട് വരുന്നവരെയെല്ലാം ആ അർത്ഥത്തിലുള്ള അവരിൽ അങ്ങനൊരു സ്വഭാവ രീതിയും പെരുമാറ്റ രീതിയും ഉണ്ടാക്കിയെടുക്കുക ക്ലബ്ബുകളുടെ വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ ചുമതലയാണ് ഇവിടെ കഴിഞ്ഞ 80 വർഷക്കാലമായി ഈ നാട്ടിലെ എല്ലാ വിഭാഗം യുവതീവാക്കളെയും അതിൽ കായികമായും മറ്റും എല്ലാമുള്ള അഭിരുചികളെ വളർത്തിയെടുക്കാൻ അതിർത്തി സ്പോർട്സ് ക്ലബ്ബ് നിർവഹിക്കുന്ന വിലമതിക്കാനാവാത്ത സേവനത്തെ 80 വർഷക്കാലമെന്ന ദീർഘമേറിയ കാലയളവിനെ ആദരപൂർവ്വം അവർക്കെല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയുകയാണ്. നാട്ടിൻപുറങ്ങളിലെ പൗരനെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്വവും ക്ലബ്ബുകൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. T അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. PT ഭരതൻ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഷമീമ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ P ജിഷ, ലോക കേരള സഭാംഗം സുബൈർ കണ്ണൂർ, K ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആദരിക്കൽ ചടങ്ങ് നടന്നു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ SA ബിജു അഴീക്കോട്, മുൻകാല ക്ലബ്ബ് അംഗം നാടകകൃത്ത് രാജൻ അഴീക്കോട്, പാലോട്ടുവയൽ RKUP സ്കൂൾ മാനേജർ മൈഥിലി ഗോവിന്ദൻ, CDFA വൈസ് പ്രസിഡന്റ് എളയടത്ത് ജോഹർ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. തുടർന്ന് മധുമൂറും മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളാൽ മലയാളികളുടെ മനം കവർന്ന പാട്ടുകാർ മർഹൂം എരഞ്ഞോളി മൂസക്കിയുടെയും പീർ മുഹമ്മദിന്റെയും മക്കളായ നസീർ എരഞ്ഞോളി, നിസാം പീർ മുഹമ്മദ്, വളപട്ടണത്തിന്റെ സ്വന്തം പാട്ടുകാരി കണ്ണൂർ സീനത്ത്, പട്ടുറുമാൽ ഫെയിം ഫാദിയ എന്നിവരെ അണിനിരത്തിക്കൊണ്ട് കോഴിക്കോട് ചോയ്സ് ഓർക്കസ്ട്രയുടെ സംഗീത വിരുന്നും നടന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.